അങ്ങനെ ഇന്ന് ഡ്യുക്കാട്ടി മൾട്ടിസ്ട്രാഡ, നമ്മുടെ ഫ്രണ്ടിലുള്ള ടൈഗർ, ട്രയംഫ് ടൈഗർ, പിന്നെ നമ്മൾ ഹോണ്ട ആഫ്രിക്ക 10. ഇവന്മാർ അടച്ചു വിടൂല്ലെന്ന്. അതെ, മൂക്കും കുത്തി വീഴാഞ്ഞാൽ മതി, വേറെ ഒന്നും പ്രശ്നമില്ല ഇവിടെ. അയ്യോ, ഓക്കെ. അങ്ങനെ നമ്മൾ കാലങ്ങൾക്ക് ശേഷം റൈഡ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. വണ്ടി പൊടി, പക്ഷെ വിൻഷീൽഡ് നമ്മൾ ക്ലീൻ ചെയ്തു, പൊടിയോട് പൊടി. ഓക്കെ, സെറ്റ്. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു അനദർ റൈഡ്. എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊക്കെ ഒരു വിശ്വാസത്തിൽ പോകാം. കീ ഉണ്ട്, പേഴ്സ് ഉണ്ട്, ഫോണും ഉണ്ട്, മതി. ടെറിട്ടറി, ഇതാണല്ലേ ഫോർഡ് ടെറിട്ടറി. ഓക്കെ, വണ്ടി അവിടെ പാർക്കിംഗ് ലൈറ്റ് ഇട്ടിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു അനദർ റൈഡ്. It's been so long. Oh my god, എത്ര 1-2 ആഴ്ചയില്ലേ റൈഡ് പോയിട്ട്. ചൂടാണ് മക്കളെ, ചൂടാണ്. We doing it. വൈസർ കുറച്ചു നേരം തുറന്നു പിടിക്കാം. അയ്യോ, ചൂട് ദേ വന്നൊരു പട്ടി. പിന്നെ വൈൽ അൾട്ടിമ, ഞാനൊന്ന് പോട്ടെ. താങ്ക് യു. വൈസർ ഡൗൺ ബേബി. വണ്ടിയോ എന്നും വിചാരിക്കും, എല്ലാ ആഴ്ചയും വിചാരിക്കും വീക്കെൻഡിൽ വണ്ടി കഴുകണം, നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഗിയറിൽ തന്നെ വണ്ടി ഓടിക്കുന്നത്. കാരണം എല്ലായ്പ്പോഴും നമ്മൾ കഴിഞ്ഞ 2-3 പ്രാവശ്യം നമ്മൾ റൈഡ് ചെയ്തപ്പോഴൊന്നും ഫുൾ ഗിയർ ഇട്ടിട്ടില്ല. പിന്നെ അത് എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ മൈൻഡ് ഇനിയിപ്പോൾ ഗിയർ വേണോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അത് ശീലമാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചൂടാണെങ്കിലും ഇന്ന് നമ്മൾ ഫുൾ ഗിയറിൽ തന്നെ ഓടിക്കുന്നത്. പിന്നെ പോലീസൊന്നും ഇല്ല ഈശ്വര. അതല്ലാതെ ഇപ്പോൾ എന്തോ ഒരു കാര്യം പറയാൻ വന്നല്ലോ ഞാൻ. അതല്ലാതെ വേറെ എന്തോ ഒരു കാര്യം പറയാൻ വന്നു. ഫ്രണ്ടിക്ക് എടുത്താലോ, വെറുതെ റിസ്ക് എടുക്കണ്ട. വിൻഷീൽഡ് കഴിഞ്ഞ വ്ളോഗിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പേര് ഞാൻ മറന്നുപോയി. കുറേ ദിവസമായാലും കുറേ വ്ളോഗിലായി പറയുന്ന വിൻഷീൽഡ് ഒന്ന് ക്ലീൻ ചെയ്യരുതോന്ന്. അങ്ങനെ അവസാനം നമ്മൾ അതും ചെയ്തിരിക്കുന്നു. ഇന്ന് വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം ചെയ്ത കാര്യം അതാണ്, വിൻഷീൽഡ് ക്ലീൻ ചെയ്തു. ഇയാൾ കുറച്ച് മുമ്പിലേക്ക് നീട്ടി തരുന്നുണ്ടല്ലോ, താങ്ക് യു. വിൻഷീൽഡ് ഡൗൺ. നൂണിൻ്റെ വണ്ടികൾ ലെഫ്റ്റ് സൈഡിൽ, നമ്മൾ ഈ സൈഡിൽ. എയറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ വണ്ടി. It feels so good. അങ്ങനെ നമ്മൾ ഇവിടെ ക്യാമറ ഉണ്ട്, മറന്നുപോയല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ഓക്കെയാണ്, അത് സെറ്റിങ്സ് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ റൈഡിന് ഇറങ്ങിയിരിക്കുന്നു. ഒരു ചെറിയ ബ്രേക്ക് എടുത്തതല്ല സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഗെയിമിംഗ് സൈഡ് ഉണ്ട്, ലോഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ. അപ്പോൾ അതിലോട്ട് കണ്ടന്റ് പ്രിപ്പയർ അതിൻ്റെ ഇടയിലായിപ്പോയി. പല രാത്രിയും ഞാൻ റൈഡ് ചെയ്യാൻ ഇറങ്ങാനുള്ള പ്ലാനുകളായിരുന്നു ഇനീഷ്യലി. ഇപ്പോൾ ഈ ഇടയായിട്ട് നൈറ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് സെറ്റ് ചെയ്യണം എന്നുള്ളതിൽ അതാ പിന്നെ ഞാൻ റൈഡിന് ഇറങ്ങാൻ പറ്റാതെ. പിന്നെ പുറത്തത്തെ ചൂട് ആലോചിക്കുമ്പോൾ വിചാരിക്കും അല്ലെങ്കിൽ നാളെ പോകാം, അങ്ങനെ ഒരു ഫീലിംഗ് വരും. അങ്ങനെ വന്ന് അവസാനം ഇത്രയും ദിവസം കഴിഞ്ഞു നമ്മൾ റൈഡിന് ഇറങ്ങാം. ഇന്നും നമ്മുടെ ടാർഗറ്റ് ചായയാണ് ബിഗിലേ. നല്ലൊരു ലെമൺ മിൻറ്റ് ടീ കുടിക്കണം. ഇന്ന് ജൂൺ 1. ഇന്ന് മുതൽ എല്ലാ വർഷവും ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ഇന്ന് മുതൽ നമ്മൾ നന്നാവും. ഇന്ന് മുതൽ നല്ല ആരോഗ്യപരമായ ഭക്ഷണം, നല്ല എക്സസൈസ്, വർക്കൗട്ട്, ജിമ്മ്, നല്ല ശീലങ്ങൾ, ചീത്ത ശീലങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഇന്ന് മുതൽ നമ്മൾ നന്നാവും. നാളെ മുതലല്ലേ, ഇന്ന് മുതൽ. ജൂൺ ഒരു പുതിയ മാസമൊക്കെ അല്ലേ, നമുക്ക് നന്നായേക്കാം. മറ്റേതിൽ പറഞ്ഞാൽ എന്താടാ നന്നാവാത്തേ, മറ്റേ സിനിമയിൽ മോഹൻലാൽ പറയുന്നത്. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഫോൺ. ഐ ആം ഓൺ ദ മോട്ടോർ സൈക്കിൾ ബേബി ആൻഡ് ഇറ്റ്സ് എ സൺഡേ. നിങ്ങളെല്ലാവരും സൺഡേ എന്താ ചെയ്യാറ് നോർമലി? ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് സൺഡേ ഈടായിട്ട് നല്ല ഒരുവിധം എല്ലാം ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ക്ലീനിങ്ങാണ്. ആദ്യം ഡ്രസ്സ് അലക്കിയിടണം, പിന്നെ അത് കഴിഞ്ഞ് വീട് ക്ലീൻ ചെയ്യണം, അടിച്ച് വാരണം, റീഅറേഞ്ച് ചെയ്യണം മൊത്തത്തിൽ. ഇതെല്ലാമാണ് എൻ്റെ സൺഡേയുടെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ നല്ലൊരു ലഞ്ച് കഴിച്ചിട്ട് ഒരു നാപ്പ് എടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങും, ഫ്രണ്ട്സിനെ കാണാൻ ഇറങ്ങും, ഇല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഒറ്റയ്ക്ക് വണ്ടി എടുത്തിറങ്ങും, കാർ എടുത്തിട്ട്. ഇതാണ് നോർമലി എൻ്റെ ഒരു സൺഡേ. ഈവനിങ് ഒക്കെ ഒരുവിധം വീട്ടിൽ തന്നെയാണ്, അൺലെസ് ഇതുപോലെ എന്തെങ്കിലും റൈഡോ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ. ഷീഡായിട്ട് അറിയാമല്ലോ, ഞാൻ റൈഡ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ കാണാം, വ്ളോഗായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ വണ്ടി എടുത്തിട്ടില്ല. ഇറ്റ് ഫീൽസ് സോ ഗുഡ് ബ്രോ, ഇറ്റ് ഫീൽസ് സോ ഗുഡ്. വെള്ളം വാങ്ങി വണ്ടിയിൽ വെക്കണം എന്ന് ആലോചിച്ചു, പക്ഷേ ആ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ വിൻഷീൽഡ് ക്ലീൻ ചെയ്തത്. അപ്പോൾ വിൻഷീൽഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സഹോദര, ഇറ്റ്സ് ഡൺ ബേബി, ഇറ്റ്സ് ഡൺ. നമ്മളന്ന് കഴിഞ്ഞൊരു അതേ പോന്നു G-Wagon.
ചകഞ്ച അബുദാബി. കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കഴിഞ്ഞ ഏതൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇന്ത്യയിലോട്ട് റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നില്ല ആ സമയമാകുമ്പോഴേക്കും അത്രയും ഫണ്ട് മാറ്റി വെക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ചിലവ് പിടിച്ച പരിപാടിയാണ്. അതുമല്ല 2 മാസമെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാം വിട്ട് മാറി നിൽക്കാൻ പറ്റണം. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ നിൽക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാന് തൽക്കാലത്തേക്ക് നമ്മൾ നീട്ടി വെച്ചു. എന്നത്തേക്കാണെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ പോവും, എന്തായാലും പോവും. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും നമ്മൾ പോയിരിക്കും. അതിന് മുന്നേ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. കാരണം നമ്മൾ വെറുതെ യാത്ര ചെയ്ത് തെണ്ടി നടന്നൊരു കാര്യമില്ലല്ലോ. നമുക്ക് കാശ് കിട്ടേ, ചിലവിന് കാശ് വേണ്ടേ. പിന്നെ നമ്മൾ വുപ്പ് 5.0 വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. 5.0 ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വുപ്പ് തുറന്നു നോക്കുമ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്, എടാ നീ ഉറങ്ങിയിട്ടില്ലടാ, നിനക്ക് ഇനിയും ഉറക്കം വേണടാ, നിൻ്റെ സ്ഥിതി വളരെ മോശമാടാന്നൊക്കെ എഴുതി കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേയൊക്കെ മാക്സിമം സമയത്തിന് ഉറങ്ങാനും സമയത്തിന് എണീക്കാനും ശ്രമിക്കുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഉപ്പ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ആരോ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം. ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇതാണ് പ്രശ്നം. ഇതാണ് നമുക്ക് ആ ഒരു ഫ്രീഡം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ തന്നെ നമ്മുടെ കൺട്രോൾ ഇതിനൊക്കെ ഇറ്റ്സ് പോയിസണസ്. നമുക്ക് ഇഷ്ടമുള്ള വാരി വലിച്ച് നിന്ന് ഇഷ്ടമുള്ളപ്പോൾ തോന്നുമ്പോൾ കിടന്നുറങ്ങുക, തോന്നുമ്പോൾ എണീക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സൗകര്യം കൂടെ നോക്കുന്നതുകൊണ്ട് കുറേയൊക്കെ റൂട്ടീൻ ഉണ്ടാവും. ഇതങ്ങനെയല്ലല്ലോ. തനിച്ച് നിൽക്കുമ്പോഴുള്ള ലിമിറ്റേഷൻ അല്ല, ഒരു ഡിസഡ്വാൻറ്റേജ് ആണിത്. ഡിസഡ്വാൻറ്റേജ് എന്നും പറയാൻ പറ്റില്ല, ഒരു ബാഡ് സൈഡ് ഓഫ് ഇറ്റ്. തനിച്ച് നിൽക്കുവാണെങ്കിൽ അത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഡിസിപ്ലിൻഡ് ആയില്ലെങ്കിൽ കൈ വിട്ടു പോകും നമ്മുടെ ലൈഫ്. എക്സസൈസും വർക്കൗട്ടും ഒരു വലിയ പ്രശ്നമാണ്. ഈ 3 ഞാൻ ഫിക്സ് ചെയ്താൽ തന്നെ എൻ്റെ ഒരുവിധം കുറേ കാര്യങ്ങൾ റൂട്ടീനിലായി കിട്ടും. നിങ്ങളെല്ലാവരും ഈ വ്ളോഗ് കാണുന്നവരെല്ലാവരും റൈഡേഴ്സാണോ? അതായത് മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നവരാണോ? റൈഡേഴ്സ് എന്ന് പറയുമ്പോൾ വെറുതെ അത് ഫാൻസി വേർഡാവും. റൈഡർ എന്ന് പറയുമ്പോൾ ജനറലി എല്ലാവരും ജാക്കറ്റും ഗ്ലൗസും ഇതെല്ലാം ഇട്ട് നല്ല കിടിലൊരു ബൈക്കൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നും ആവശ്യമില്ല. മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങളെല്ലാവരും? അത് മാത്രം അറിഞ്ഞാൽ മതി. എന്തെങ്കിലും വെറും സ്കൂട്ടർ ആണെങ്കിലും 50cc 100cc വണ്ടിയാണെങ്കിലും 2 വീലർ യൂസ് ചെയ്യുന്നവരാണോ ഈ കാണുന്നവരെല്ലാം? നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്നത് താഴ്ന്ന് കമൻറ്റ് ചെയ്യും. അറിഞ്ഞിരിക്കാനോ നമ്മൾ എന്തൊക്കെയാണ് വണ്ടികളെല്ലാവരും യൂസ് ചെയ്യുന്നത്. വീണ്ടും നമ്മളിത് IMG വേൾഡ്സ് ഓഫ് അഡ്വഞ്ചർ വഴി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരം റൂട്ടാണ് ഇത്. പിന്നെ ഇത് തന്നെ നമ്മൾ കാണുന്നത്, വേറെ ഒന്നും കാണാനില്ല. പുതിയതെന്തെങ്കിലുമൊക്കെ വരട്ടെ, അപ്പോൾ കാണാം. നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതേ കിടക്കുന്ന ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞ് എന്നും പറയുന്നതാ. പൂട്ടി, ഗ്ലോബൽ വില്ലേജ് പൂട്ടി, സമ്മറിന് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 2 മാസം കൂടെ കഴിഞ്ഞത് ഇപ്പോൾ ഓപ്പൺ ആവാറായില്ലേ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലൊക്കെ ഓപ്പൺ ആവേണ്ടതാണ്. ഇവിടെ ഭയങ്കരമായിട്ടൊരു വികാരമായിട്ടുള്ളൊരു വണ്ടിയാണിത്. ലെക്സസിൻ്റെ LS 430. 430 തന്നെ, LS 450 ആണോ? നമുക്ക് ഈ ലൈന് പിടിക്കാം. ബാക്കത്തെ വണ്ടി അതേ ലൈൻ പിടിച്ചു. അത് LS 430 തന്നെ, 430. ഞാൻ ഈയിടെ ഗീലിയുടെ വണ്ടികളൊന്നും, ഗീലിയാണ് എങ്ങനെ അത് വായിക്കുന്നത്? ഗീലിയുടെ ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീലിയുടെ മൊഞ്ചാരോ, ജീലി എന്നാണ് ഞാൻ കേട്ടുള്ളത്, തന്നെ ആയിരിക്കണം. ജീലിയുടെ മൊഞ്ചാരോ എന്ന് പറഞ്ഞ SUV. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ റെൻറ്റിന് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് നോക്കിയത് കിടക്കുന്നത് എം ഗ്രാൻഡ്. അപ്പോൾ റെൻറ്റിന് ഈ ജീലിയുടെ വണ്ടികൾ കുറേ നോക്കി. അപ്പോൾ ജനറലി വണ്ടികളൊക്കെ കണ്ടിട്ട് ജീലിയുടെ വണ്ടികളെല്ലാം വോൾവോയുടെ കോപ്പി പോലെ. എം ഗ്രാൻഡിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ ഏകദേശം മറ്റേ വോൾവോയുടെ XC90 ഒക്കെ ആ ഒരു ഇത്. അതുപോലെ ജീലിയുടെ എം ഗ്രാൻഡ് നോക്കുവാണെങ്കിൽ അത് ഏകദേശം നമ്മുടെ S90, S60, പുതിയ S90യുടെ ഒക്കെ ഫ്രണ്ട് പോലെ ഇതിൻ്റെ ഫ്രണ്ട്. വോൾവോ കോപ്പിയടിയാണെന്ന് തോന്നുന്നു ജീലി. പക്ഷെ കൊള്ളാട്ടോ, എനിക്ക് ഇൻറ്റീരിയറൊക്കെ ഭയങ്കര ഇഷ്ടമായതിൻ്റെ. ജിമിനി ജിമിനിയേക്കാളും പൊക്കമുണ്ടോ നമ്മുടെ ബൈക്ക്? അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞു, നാട്ടിൽ നിന്ന് വന്നപ്പോൾ അജിത്തിനെ കണ്ടുട്ടോ. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇതിലിടാം, സ്ക്രീൻഷോട്ട്. അജിത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എയർപോർട്ടിൽ എമിറേറ്റ്സിൽ ഇറങ്ങി ലഗേജ് എടുക്കാൻ പോകുമ്പോൾ ആശാൻ മറ്റേ അജിത് കുമാർ റേസിങ്ങിൻ്റെ സ്യൂട്ടൊക്കെ അതിൻ്റെ ഹുഡിയൊക്കെ ഇട്ടിട്ട് പോകുന്നു. നല്ല ചില്ല് മനുഷ്യൻ. എന്താ പേര്, ഇവിടെയാണോ താമസം, എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ നല്ല ചില്ലായിരുന്നു. ആൾ വളരെ ടയേർഡായിരുന്നു. നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ടയേർഡ്. എനിക്ക് തോന്നുന്നു അയാൾ ഉറങ്ങി എണീറ്റോ, ഉറക്കമില്ലാതെ വന്നതോ, യാത്ര ലോങ് ട്രിപ്പ് കഴിഞ്ഞ് എന്തോ വന്നതാ. ഇവിടെ കുറേ നല്ല രസമുള്ള ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ, ഈ ഭാഗത്ത്. ഈ ബിൽഡിങ് കുറേ കാലം പൂട്ടി കിടക്കുമായിരുന്നു. ഹോട്ടൽ ലോക്കൽ. ഈ പിങ്കാട്ടിയുടെ എല്ലാ ബിൽഡിങ്ങുകളിലും ലൈറ്റ്സിലെ ഇവർ സ്ട്രീറ്റിൻ്റെ ലുക്ക് തന്നെ മാറ്റിപ്പോയി. അതെല്ലാം പിങ്കാട്ടിയെന്ന് തോന്നുന്നത്. വേറെ തന്നെ ഒരു വൈബാണ് ഇത്രയും ലൈറ്റ് വെച്ചപ്പോൾ.
പോവാം. ആരിത്? ഓ മൈ ഗോഡ്, എനിക്ക് തോന്നിയ വരവ് കണ്ടപ്പോഴേ ഇതിന്റെ കുറേ കണ്ടിട്ട് ഇപ്പൊ എത്തിയുള്ളൂ. ഇല്ല, ഞാൻ ചെക്ക് ചെയ്യില്ല. HR-ന്റെ വണ്ടി മാത്രമല്ല വൃത്തി, വളരെ ചെറുതായിട്ടുള്ളൂ. ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടോ? ആ പൊടി. ആ എവിടാണ് പോവാ? അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ HR കൂടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് HR ഉണ്ടാവും. ഇതുവരെ HR ജോയിൻ ചെയ്തില്ല. ഇന്ന് അവസാനം HR ജോയിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇന്ന് ഡ്യുക്കാട്ടി മൾട്ടിസ്ട്രാഡ, നമ്മുടെ ഫ്രണ്ടിലുള്ള ടൈഗർ, ട്രയംഫ് ടൈഗർ, പിന്നെ നമ്മൾ ഹോണ്ട ആഫ്രിക്ക ട്വിൻ, 3 വണ്ടികളുമായി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ഐഡിയ ഇപ്പോൾ ചെയ്തിട്ടില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഓ, HR ഇത് വെച്ചിട്ടുണ്ടോ? എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടോ? ഇവന്മാർ 2 പേരും എക്സോസ്റ്റ്. ആ ഉണ്ട്. നമ്മൾ മാത്രമാണ് സ്റ്റോക്ക് എക്സോസ്റ്റിൽ ഓടുന്നത്. ഓ, ഈ ചീക്ക് പാഡ് ടൈറ്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങ് നാവ് സെറ്റ് ആവുന്നില്ല. Come on boys, come to me. ഇന്ന് വേറൊരു ചെറിയ അബദ്ധം ഞാൻ ചെയ്തിട്ടുണ്ട്. ബാറ്ററി പാക്ക് എടുത്തിട്ടില്ല. ഞാനൊരു ഷോർട്ട് റൈഡ് പോകുമെന്ന് വെച്ചിട്ടാണ് ബാറ്ററി പാക്ക് എടുക്കാതെ വന്നേ. വല്ല ജബൽ ജയ്സോ ജബൽ ഹഫീത്തോ പോകണമെങ്കിൽ മിക്കവാറും ഇത് മതിയാവില്ല. തിരിച്ചെത്തുന്നതിന് മുന്നേ ബാറ്ററി ഡിസ്കണക്ട് ആവും മിക്കവാറും. നോക്കാം. And here we go. Visor down. നമുക്ക് പെട്രോൾ ഉണ്ട്, നമുക്ക് അടിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കാം. നമുക്ക് പെട്രോൾ ഉണ്ട്, നമുക്ക് വേണ്ട. ഇവന്മാർ പെട്രോൾ അടിക്കട്ടെ, നമുക്ക് ഫ്രണ്ടിൽ പോയി വെയിറ്റ് ചെയ്യാം. അവർ പെട്രോൾ അടിച്ചിട്ട് വരട്ടെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അവരടിച്ചിട്ട് വരട്ടെ. നമ്മുടെ എയർ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ടിലത്തെ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് പണ്ണലാം. എയർ ചെക്ക് ചെയ്യാം. നീ എയർ നോക്കിയായിരുന്നോ നേരത്തെ? എയർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാനും ചെക്ക് ചെയ്തില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട് കുറവുണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടേ. യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതാണ് നമ്മുടെ HR. അതാണ് എന്നാ അങ്ങോട്ട് പോ. Triumph Tiger motorcycle takeover. ഇല്ല എൻ്റെ അല്ലേ? ഓ, നിങ്ങളുടെ 2 പേര് എക്സോസ്റ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത്, എൻ്റെ മാത്രം സ്റ്റോക്ക് എക്സോസ്റ്റ്. നീ കുറച്ചുകൂടെ ഫ്രണ്ട് കിട്ടേക്ക്, അതല്ലേ നല്ലത്. താഴെ വരില്ലേ? കുറച്ചുകൂടെ പോട്ടെ. അയ്യവാ, എടാ താഴെ. ആ, അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെ തിരിച്ചാലും ഇതേ സെയിം ഇത് വരില്ലേ റൗണ്ട്? അവിടെ ഇട്ടോ എവിടെ ഇട്ടാലും സെയിം അല്ലേ? നിന്റെ ഫ്രണ്ടിൽ കയറൂലേ? ഫ്രണ്ടിൽ കയറുന്നുണ്ടോ? ഓക്കെ, ഗുഡ്. ആ, അതെ. $36 42. ബ്രോ, എൻ്റെ ഫ്രണ്ട് ടയറോ നോക്കണേ. ഈ ബ്രേക്ക് ഇങ്ങനെ കയറ്റി നോക്കിയ ബ്രേക്കിൻ്റെ സൈഡ്. ഇതിൽ കൂടെ ചമ്പോ. നോക്കാം, ഉള്ളത് കൊണ്ടോണം പോലെ. നടന്നില്ല. അവിടെ സെയിം തന്നെ, സ്ട്രെയിറ്റാ. അത് മാറ്റി എല്ലാക്കേണ്ടി വരും. ഇനി വിടാം.
അങ്ങനെ ഇപ്പൊ ഇന്ന് നമ്മൾ എന്ത് മനസ്സിലായി, കാറ്റടിക്കാൻ ചെന്നപ്പോ വണ്ടിയുടെ എന്താ പറയാ കാറ്റടിക്കേണ്ട ആ ഒരു സുനപ്പി ഉണ്ടല്ലോ, ആ സുനപ്പി സ്ട്രെയിറ്റ് ആയതുകൊണ്ട് സാധനം കയറുന്നില്ല. അപ്പോൾ ദീപിൻ്റെ വണ്ടിയിൽ എൽ ഷേപ്പിലാണ്, അപ്പോൾ സൈഡിൽ നിന്ന് നേരെ അങ്ങനെ അടിക്കാം. എൻ്റെയും HR-ൻ്റെ വണ്ടിയിൽ സ്ട്രെയിറ്റാണ്, അപ്പോൾ പമ്പ് ചെയ്യേണ്ടത് അത് അങ്ങനെ കയറുന്നില്ല. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു സുനപ്പി മാറ്റി അത് എൽ സുനപ്പി ആക്കണം. എൽ സുനപ്പി ആക്കിയാലേ കാര്യമുള്ളൂ. ഇവന്മാർ അടച്ചു വിടുമല്ലോ, ഒന്ന് കത്തിച്ച് വിടൽ പരിപാടിയാണോന്നാവോ. സത്യം പറഞ്ഞാൽ നമുക്കായിരുന്നു എയർ വേണ്ടത്, പക്ഷെ നമുക്കാണ് എയർ അടിക്കാൻ പറ്റാഞ്ഞത്. HR ജാക്കറ്റൊക്കെ തുറന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ഓടിക്കുക, വൈസർ തുറന്ന് ഓടിക്കുന്നത്. ഈ കാറ്റ് കൊണ്ട് കണ്ണിക്ക് കാറ്റ് അടിച്ചു കയറി ക്യാമറ ഉണ്ടാവരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അടുത്ത ലെഫ്റ്റ് ആയിരിക്കും, എനിക്ക് തോന്നുന്നു കുദ്ര തന്നെ ആയിരിക്കും. ഈ പോക്ക് പോകുന്നത് കണ്ടിട്ട് കുദ്ര തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇടതുവശത്താ കാണുന്ന വണ്ടിയാണ് ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ V4 റാലി. ഞാൻ കഴിഞ്ഞ വ്ളോഗിലെല്ലാം V4S എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. V4S അല്ല, V4 റാലിയാണ്. അതുപോലെ അതിൻ്റെ മുന്നിൽ ഇപ്പോഴത്തെ കടന്നുപോയ വണ്ടിയാണ് ട്രയംഫ് ടൈഗർ 900 ആണെന്ന് തോന്നുന്നത്. കുറേ ആയി HR-നെ കൊണ്ട് പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് പോണ്ടേ എന്ന്. അവസാനം ഇന്നത് സംഭവിച്ചു. വണ്ടി നിർത്തുമ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിലൊരു ഉഷ്ണം, തലഭാഗത്ത് വണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമ്മൾ നീങ്ങുകയാണ് കുദ്രയിലോട്ട്. ഇനി കുദ്രയിൽ എത്തിക്കഴിഞ്ഞ് ക്യാമറ കുദ്രയിൽ എത്തിക്കഴിഞ്ഞിട്ട് പ്ലാൻ B എന്താണെന്നുള്ളത് അറിയില്ല, പക്ഷേ ഇതിപ്പോൾ എന്തായാലും നേരെ കുദ്രയിലോട്ട് തന്നെ ആയിരിക്കും. ബൈക്ക് 1, 2 നൂൺ ഫുഡ് തലഭാഗത്ത്, ഡുക്കാട്ടി, ഹോണ്ട, ട്രയംഫ്, എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. മൾട്ടിസ്ട്രാഡ, ഹോണ്ട, ഇത് 2 വണ്ടി എടുത്തിട്ട് കുറേ ദിവസങ്ങളായി. 2 പൊട്ടി പിടിച്ച് പണ്ടാറടങ്ങിയിരിക്കും രണ്ടും. ട്രയംഫ് ബാക്കിൽ ഓടിച്ച് വരുന്നുണ്ട്. പോകുന്നു 7073 ഫാൻസി നമ്പറുമായ ദീപു. ക്യാമറ ട്രയംഫ് പുറകിൽ വന്നു, ട്രയംഫ് വരുന്നു പുറകിൽ. ഇതേ പോകുന്നു ട്രയംഫ്. ഉച്ചകച്ച ആശ വീഡിയോ എടുക്കോ, എടാ മഹാനേ. അവരുടെ നമ്മുടെ വീഡിയോ എടുക്കുന്ന അങ്ങോട്ട് കൊണ്ടു. കിട്ടി. എന്തോ എൻ്റെ മൈൻഡ് ഇന്ന് പറഞ്ഞു, ഇന്ന് ഒരു ഫൈൻ ഇന്ന് ചാൻസ് ഉണ്ടെന്ന്. ഞാൻ ഇവന്മാരുടെ 2 പേരുടെ കൂടെ റൈഡ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ ഓഗസ്റ്റിൽ എനിക്ക് റിന്യൂവൽ ഉണ്ടല്ലോ കാറിൻ്റെ, അതിൻ്റെ കൂടെ ഈ ഫൈൻ എല്ലാം അടക്കേണ്ടി വരും. അയ്യോ, പെയിൻഫുൾ. ബൈക്കേഴ്സ് അധികം ഇല്ലേ സൺഡേ നൈറ്റ് ആയിട്ട്? GSA 1300 GSA ഇരിപ്പുണ്ടല്ലോ 2 അവിടെ. ആ ക്യാമറ ഫ്ലാഷ് അടിച്ച് കിട്ടിയോ? അത് ക്യാമറ കിട്ടിയോ നോക്കിയാ? അതല്ല, ഇവന്റെ വീഡിയോയിൽ കിട്ടിയോ നോക്കിയാ? ഇവൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ക്യാമറ കിട്ടി, അത് ഞാൻ കണ്ടു കറക്റ്റ് ആയിട്ട്. അതുവരെ ഞാൻ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആ സ്പോട്ടിൽ ഞാൻ ഇത് ചെയ്തു, കോട്ട് ഇൻ 4K. അത് തകർത്ത്. ഇപ്പൊ റെക്കോർഡിങ്ങോ? എങ്ങോട്ടാണ് എന്നറിയില്ല, മിക്കവാറും അല്ലൈൻ വിടും. കുതിര കഴിഞ്ഞു, നെക്സ്റ്റ് സ്പോട്ട് മിക്കവാറും അല്ലൈൻ. ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഫർമേഷൻ അതാണ്, മിക്കവാറും അല്ലൈൻ. പെട്രോൾ ചിലപ്പോൾ അടിക്കേണ്ടി വരും, നോക്കാം. നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗ് എടുത്തില്ലല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു റൈഡ് പോയ സമയത്ത് ഇത് ലാസ്റ്റിൽ ഈ പോകുന്ന റൂട്ട് ലാസ്റ്റിക്ക് പോയിട്ട് അവസാനം തിരിച്ച്
ഇങ്ങോട്ടെൻ്റെ ഓടേണ്ടി വന്നു, കാരണം അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ആ റൂട്ട് ഒന്നുകൂടെ പിടിച്ചു നോക്കുകയാണ്. കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് ഇത്രയും ദൂരം തിരിച്ച് ഓടേണ്ടി വരും. എന്തായാലും നോക്കാം. ട്രയം ടൈഗർ ക്യാമറ എച്ച് ആർ ഫോൺ എടുക്കുന്നത്. ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് ചോദിച്ചു ഇവൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇവന്മാർക്ക് 2 പേർക്കും ക്രൂസ് കൺട്രോൾ ഉണ്ട്, എനിക്ക് മാത്രം ക്രൂസ് കൺട്രോൾ ഇല്ല. വാട്ട് എ ലൈഫ്. സെഡ് ലൈഫ്. ഇത് വരുന്നു. റൗണ്ട് അബൌട്ടാണ് മക്കളെ, റൗണ്ട് അബൌട്ടാണ്. നമ്മുടെ വണ്ടി മാനുവലിൽ ഓടിച്ച് ഈ DCT, അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ചിട്ട് വീലി ചെയ്യുന്നവരുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ റോഡാണെന്ന് തോന്നുന്നു നമ്മൾ അന്ന് പോയി. അതെ ലൈറ്റ് ഇല്ലാത്ത റോഡ്. ഈ റോട്ടിലൂടെ നമ്മൾ പോയി ലൈറ്റ് ഇല്ലാതെ പോയി അവസാനം നേരെ വന്ന വഴി തിരിച്ചു വന്നു. പോയ വഴി തിരിച്ചു വന്നു, വന്ന വഴി തിരിച്ചു വന്നു, പോയ വഴി തിരിച്ചു അടിച്ച് പിന്നെ അങ്ങ് പോയാലോ. റോഡ് ക്ലോസ്ഡ് ബോർഡ് ഉണ്ടല്ലോ, ഒരു സ്ട്രീറ്റ് ലാമ്പ് പോലും ഇല്ല. ഇത് മിക്കവാറും നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ക്രൂസ് കൺട്രോളിൻ്റെ അഹങ്കാരം. എല്ലാവരും കത്തിച്ചു വിടുന്നു, നമുക്കും ആവാം. കം ഓൺ, ലെറ്റ്സ് ഡു ഇറ്റ്. ആഹാ, ഇഷ്ടം പോലെ വിളിച്ചു. ഓ, മേലെ ചന്ദ്രൻ, താഴെ 2 ബൈക്ക്. ഏതാ വ്യൂ. റോഡ് ക്ലോസ്ഡ് ബോർഡ് ഇവർ കണ്ടിട്ട് കത്തിച്ച് വിടുക. അവിടെ ഒരു ഓഫ് റോഡ് വല്ല നൈസായിട്ട് കയറി അപ്പുറത്തെ റോഡിലേക്ക് കയറാനുള്ളൊരു ഓപ്ഷൻ വേണം. GTA പോകുന്ന പോലെ സൈഡിൽ കൂടെ വണ്ടി എടുത്ത് എന്നിട്ട് പിന്നെ ആ റോഡിലൊക്കെ ജോയിൻ ചെയ്ത്. അയ്യോ, ഇവിടെ U-ടേണിൻ്റെ ബോർഡാണ് കാണുന്നത്. സൈഡിലെല്ലാം ബാരിയർ ആയിട്ടെങ്കിൽ എങ്ങനെയെങ്കിലും നൈസായിട്ട്. അയ്യോ, ചരലാണ്. അയ്യോ, അബുദാബി വണ്ടിയോ. സൈഡിൽ ആരും അറിയേണ്ട നിർത്തി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടാണ്. എന്താ ഇവിടെ പരിപാടി. ആ കാറ് വല്ല കുൽസിത പരിപാടികളാണോന്നാവോ. ആരും ഇല്ലാത്ത സ്ഥലം നോക്കി വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത്, വണ്ടി പിന്നെ അവിടെ തന്നെ പാർക്ക് ചെയ്തു. എന്തോ ഉടായിപ്പുണ്ടല്ലോ. നോക്കണോ? ഓക്കെ, പോയി നോക്കാം. ഓക്കെ, ഒരു പരീക്ഷണമാണ്. ഒത്താലെത്തു, ഇല്ലെങ്കിലില്ല. പോയി നോക്കാം, ബാക്കി വരുന്നോടത്ത് വെച്ച് നോക്കാം. അത്ര ഇപ്പം പറയാൻ പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞ GTA ഐറ്റം. സൈഡിൽ കൂടെ വണ്ടി എടുത്ത് നൈസായിട്ട്. ആ വണ്ടി എന്തോ അവിടെ പരിപാടി ഉണ്ട് കേട്ടോ. പോലീസൊന്നും CID ഒന്നും അല്ലല്ലോ. നൈസായിട്ട് തിരിച്ചു വന്ന് നമുക്ക് പണി തരാൻ. ആരാടാ റോങ് വേ പോകുന്നത്? ഇന്നാ പിടിച്ചോ ഫൈനെന്ന്. ഓ യെസ് ബേബി, വി ഡിഡ് ഇറ്റ്. അല്ല പിന്നെ ഇത് അങ്ങോട്ടെത്തും. ഓഫ് റോഡാണല്ലോ. നോക്കാം ഇത് എവിടെ പോകുന്നുള്ളൂ. അയ്യോ, ഇത് എൻ്റെ ആണോ? അല്ല. പൊടി പട്ടണങ്ങൾ. ഇതാണ് നമ്മ പറഞ്ഞ ഓഫ് റോഡ്. ഈശ്വര, ബ്രേക്ക് ചെയ്യല്ലേ. ഇതാണ് നമ്മ പറഞ്ഞ ഓഫ് റോഡ്. വണ്ടി എണീറ്റിരുന്ന് ഓടിക്കാൻ ഇനി ഓഫ് റോഡ് കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട. മൂക്കും കുത്തി വീഴാഞ്ഞാൽ മതി, വേറെ ഒന്നും പ്രശ്നമില്ല ഇവിടെ. വി ഗോട്ട് ദിസ് ബേബി. അയ്യോ, എവിടെ എത്തിന്നോ എങ്ങോട്ടോ ഒന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ വണ്ടി എടുക്കുന്നതാണ്. എത്തി മക്കളെ. ദേ ഒരു ക്യാമറ. ഹലോ വിക്ടറി. V4 വട്ടോളി. കമോൺ. അങ്ങനെ ഒരു ഓഫ് റോഡൊക്കെ കയറി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ബാറ്ററിയിലോ അങ്ങനെ അതിനൊരു തീരുമാനമായി. പക്ഷെ ഒന്ന് ഇത് സേവ് ചെയ്തിട്ട് രണ്ടാമത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നല്ലത്, ഒരു ധൈര്യത്തിന്. അപ്പോൾ നമ്മൾ നമ്മുടെ റൈഡിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലെഗ്, അതായത് ഹെഡിങ് ബാക്ക്, നേരെ വിടുന്നു. വീട്ടിൽ പോകുന്നു, കുളിക്കുന്നു,
കിടന്നുറങ്ങുന്നു. അതാണ് ഇനി അടുത്ത അജണ്ടയൊന്നുമില്ല, ഇതാണ് ലാസ്റ്റ്. ഇതിന്റെ എത്ര ഭാഗം റെക്കോർഡ് ആവും എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടോന്നാവോ അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചാർജ് ഏകദേശം തീർന്നു തന്നെ പറയാം. അപ്പോൾ ഇന്ന് അത്രയൊന്നും റൈഡ്, സത്യം പറഞ്ഞാൽ ഒരു അന്തമില്ലാത്ത റൈഡായിരുന്നു. പക്ഷേ അല്ലേന് പോകണം എന്നുള്ള ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അല്ലേന് പോയില്ല, നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തി. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ റൈഡ്. ആയിട്ടൊന്നോ അടുത്ത റൈഡ് എന്നാണെന്ന് അറിയില്ല, പക്ഷേ അധികം വൈകാത്ത എൻ്റെ കയ്യൊക്കെ നോക്കി. സോ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ എന്തെങ്കിലും ഇൻപുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ പറയും. എങ്ങനെ വ്ളോഗിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, ക്വാളിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, വേറെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് in the next one.